അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മദീനയിൽ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലത്തെ കുറിച്ചാണ്. മദീന പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവില്ല. എന്നാൽ മദീനയിൽ പോകുമ്പോൾ കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. മദീനയിൽ എത്തണം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ഹളറത്തിലെത്തി അവിടുത്തെ ധാരാളം അവിടത്തേക്ക് സ്വലാത്ത് സലാമുകൾ ചൊല്ലണം, പച്ച കുബ്ബ കണ്ട് നമുക്ക് ഒരുപാട് മദ്ഹ് പാടണം, മദ്ഹുകൾ ചൊല്ലി ദുആ ചെയ്യണം. ഇങ്ങനെ പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാവും. പക്ഷേ നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനും ദുആ ചെയ്യാനും മദ്ഹുകൾ പറയാനും പാടാനുമുള്ള അവസരം ഒരുപക്ഷെ കിട്ടുകയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മദീന പള്ളിയുടെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അവിടെ നിസ്കാരവും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ വരുന്നത്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കുറഞ്ഞ ആളുകൾ മാത്രമേ മറ്റു സാധാരണ നിസ്കാരങ്ങൾക്ക്, ജുമുഅ നിസ്കാരത്തിനൊക്കെ ഒരുപക്ഷെ അവിടെ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റു നിസ്കാരങ്ങൾക്കൊക്കെ അവിടെ ആള് കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ മറ്റു നിയന്ത്രണങ്ങളും കുറവാണ്. പറഞ്ഞു വരുന്നത്, മുത്തുനബിയുടെ പച്ച കുബ്ബ കണ്ടുകൊണ്ട് ധാരാളം സമയം ഇരുന്ന് ആ കുബ്ബ കണ്ടുകൊണ്ട് നമുക്ക് മദ്ഹ് ചൊല്ലാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ മുത്തിന്റെ മദ്ഹുകൾ ധാരാളം അവതരിപ്പിക്കാനുള്ള ഒരു നല്ല വിശാലമായ, അതോടൊപ്പം തന്നെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. ആ സ്ഥലത്തേക്ക് പോകാൻ ഈ വീഡിയോ കാണുന്ന മദീനയിൽ എത്തുന്ന പുരുഷന്മാരായ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വിശുദ്ധ മദീന പള്ളിയുടെ ഗേറ്റുകൾ, ഒരുപാട് ഗേറ്റുകളുണ്ട്. ഓരോ ഗേറ്റുകൾക്കും വ്യത്യസ്ത നമ്പറുകളുണ്ട്, വ്യത്യസ്ത പേരുകളുണ്ട്. 37-ാം നമ്പർ ഗേറ്റ് അഥവാ മക്ക ഗേറ്റ് എന്നറിയപ്പെടുന്ന, എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ഒരു ഗേറ്റ് മദീനത്തെ പള്ളിയിലുണ്ട്. ആ ഗേറ്റ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. 37-ാമത്തെ ഗേറ്റ് നമ്പർ പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇടതുഭാഗത്തേക്ക് ഒരു കോവടി, ഒരു കോണിപ്പടി നിങ്ങൾക്ക് കാണാം. ഓരോ സ്റ്റെപ്പുകൾ കയറുമ്പോഴും ചിലപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു ഓഫീസിന്റെ മുന്നിലായിരിക്കും നമ്മൾ എത്തിപ്പെടുക. ആ ഓഫീസിനകത്തേക്കൊന്നും കയറാതെ വീണ്ടും മുകളിലേക്ക് കയറി ഏറ്റവും മുകളിലത്തെ നിലയിൽ നമ്മൾ എത്തുക. അവിടുന്ന് ഇടത്തേക്ക് ഒരല്പ ദൂരം നടന്ന് ഒന്ന് നിങ്ങൾ ഇടതുവശം നോക്കിയാൽ സുബ്ഹാനല്ലാഹ് വഹല്ലിൽ ഖുബ്ബത്തിൽ ഖദറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി, മുത്തുനബിയുടെ ആ പച്ച കുബ്ബ നമുക്ക് മദീന പള്ളിയുടെ ഏറ്റവും മുകളിലത്തെ ഈ സ്ഥലത്തു നിന്ന്, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ ആ ദൃശ്യം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാണാൻ ഭാഗ്യം തരട്ടെ. നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. പച്ച കുബ്ബ കണ്ട് നമുക്ക് ധാരാളം മദ്ഹുകളും സലാത്തുകളും മറ്റു ദിക്റുകളും ഒക്കെ നമുക്ക് അവിടെ ഇരുന്ന് വളരെ റാഹത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇൻഷാ അല്ലാഹ്, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മദീനയിൽ എത്തിപ്പെടുന്നവരൊക്കെ ഈ ഒരു അവസരം നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, അവിടെ എത്തിപ്പെട്ട് സന്തോഷം പങ്കിടാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, ഈ വീഡിയോ കണ്ട് ആരെങ്കിലും അവിടെ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമന്റിൽ അത് പ്രത്യേകം അറിയിക്കണം. അതൊരു സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.